ഒന്ന് വേഗം കെട്ടിക്കേ. ഇതൊക്കെ എന്തിനാ സാറേ? ഇതൊക്കെ വേണം സാറേ. പോലീസിനും പട്ടാളത്തിനും ഡോക്ടറിനും വക്കീലിനും ഉള്ളതുപോലെ ഡിറ്റക്റ്റീവിനും വേണ്ടേ ഒരു ഐഡന്റിറ്റി? ഉഗ്രനായിട്ടുണ്ട്. ഇന്ത്യക്ക് ഈ കുരങ്ങളിക്ക് ഞാൻ എങ്ങനെ നിന്ന് തരുന്നെന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് ഒരു പിടുത്തവും കിട്ടാത്തത്. അതൊക്കെ പിന്നെ പറഞ്ഞുതരാം. തൽക്കാലം നമുക്ക് ആ പെണ്ണ് ജോലി ചെയ്യുന്ന ഹോട്ടലിലേക്ക് ഒന്ന് പോവാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരൊറ്റ ആളോട് ഒരക്ഷരം ഞാൻ മിണ്ടില്ല, ഒരു കാര്യത്തിലും ഇടപെടുകയില്ല. വേണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ക്യാപ്റ്റൻ എന്റെ കൂടെ നിന്ന് തന്നാ മതി, സംഗതി ക്ലീൻ. രാജി എന്ന പേരിൽ ഒരു പെണ്ണ് ഇവിടെ ജോലിയിലില്ല. ഓഹോ, ഇപ്പൊ ഇവിടെ ജോലിയിലുള്ള പെണ്ണുങ്ങളുടെ പേരൊക്കെ പറഞ്ഞേ. എന്ത് കാര്യത്തിനാണ് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്? നിങ്ങൾ പറഞ്ഞ പേരിലുള്ള ഒരു പെൺകുട്ടി ഇവിടെ ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇപ്പോൾ ഇല്ലെങ്കിൽ വേണ്ട, മുമ്പുണ്ടായിരുന്നോ ചോദിച്ചത്. ഇത്രയൊക്കെ വിസ്തരിച്ച് ചോദിക്കാൻ താനാരാ? ഞാൻ ആരെങ്കിലും ആവട്ടെ, ചോദിച്ചതിന് സമാധാനം പറ. അങ്ങനെ ഒരുത്തി ഇവിടെ ഉണ്ടായിരുന്നോ ഇല്ലെന്നോ ചോദിച്ചത്. വല്ലവന്റെ സ്ഥാപനത്തിൽ കയറി മെക്കെട്ട് കയറുന്ന പിടിച്ച് പുറത്താളടാ. ഞാനൂല് നിന്റെ തന്തയാടാ. തന്തയ്ക്ക് വിളിക്കുന്ന ഇറങ്ങി പോടാ. ഓഫീസിൽ കയറി വന്ന് തോന്നിയാസം കാണിക്കുന്നു. സാർ പാവാണ് സാർ, ഞാൻ നോക്കില്ല സാർ, ഞാൻ നോക്കില്ല സാർ, പാവാണ് സാർ. ആ വിളിച്ചോണ്ട് പോയ ആളെ എനിക്കറിയാം. അയാളൊരു സെക്യൂരിറ്റി ഏജൻസി നടത്തുന്ന ആളാ. തീർന്നില്ലേ നിന്റെ അന്വേഷണം ഗവേഷണമൊക്കെ? കയ്യോ കാലോ പിടിച്ച് കാര്യം സാധിക്കേണ്ടതിന് പകരം തലേ കയറി ആരെങ്കിലും സമ്മതിക്കോടാ? എന്നെ ഞാനൂലെന്ന് വിളിച്ചപ്പോഴാ പോരുതും. കാല് പിടിച്ച് പറഞ്ഞാൽ നമുക്ക് ഈ വക ഇടപാടിലൊന്നും ചെന്ന് ചാടണ്ടാന്ന് സമ്മതിക്കല. അപ്പൊ അവന് CID കളിക്കണം. ഹലോ, സേഫ് സെക്യൂരിറ്റി സർവീസ് അല്ല, ഇത് ഭ്രാന്ത ആശുപത്രിയാണ്. വയ്യടോ പോണോ അവിടെ മതിയായില്ലടാ. അല്ല സുഹൃത്തെ, മനസ്സിലാകാത്തോണ്ട് ചോദിക്കുക, നിന്റെ ഓഫീസ് എന്നാ ഭ്രാന്താശുപത്രി ആക്കിയത്? അത് പിന്നെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്താണ് നീ വിളിച്ചത്. ആ ഒരു ചൂടിന് പറഞ്ഞു പോയതാ. അതുകൂടെ എന്താ വിളിച്ചത്? കാര്യം പറ. നീ നിന്റെ പാർട്ട്ണർ ആ വട്ടനം കൂടെ നാഷണൽ ഹോട്ടലിൽ പോയി എന്തിനാ വഴക്കുണ്ടാക്കിയത്? വഴക്കുണ്ടാക്കി? ആര് പറഞ്ഞു? അവരുടെ കംപ്ലൈന്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞു എന്നല്ലാതെ വേറെ കുഴപ്പമൊന്നും. ഏതായാലും ആള് നീയാണെന്ന് അറിഞ്ഞപ്പോ ഞാൻ കേസൊന്നും എടുക്കാൻ പോയില്ല, അവരെ സമാധാനിപ്പിച്ചു വിട്ടു. അതൊക്കെ പോട്ടെ, നീ എന്തിനാ അവിടെ ഒരു പെണ്ണിനെ അന്വേഷിച്ചു തന്നത്? അത് പിന്നെ എനിക്ക് കാര്യം മനസ്സിലായി. ഏതാടാ ചരക്ക്? അയ്യേ, നീ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. വേറൊരാൾക്ക് വേണ്ടി ഒരു പെണ്ണെ അന്വേഷിച്ച് അവിടെ വരെ ഒന്ന് പോയതാ. നീ എന്നാടാ ആ പണി തുടങ്ങിയത്? പോലീസാണെന്ന് പറഞ്ഞ് പോക്കിരിത്തരം പറഞ്ഞാലുണ്ടല്ലോ. എന്താടാ അവളുടെ പേര്? രാജി. ചായ കുടിക്ക്. കുടിച്ചോടാ. ബഹുമാനം മനസ്സിലാവേണ്ടത് കയ്യുമേലല്ല. ഓക്കേ? സല്യൂട്ട് അല്ല ഇവിടെ പ്രശ്നം. വാക്സിൻസ് ഒക്കെ കിട്ടിയില്ലേ? എവിടെ? ഉണ്ണിക്കുട്ടൻ, ഉത്തരാമചരിതം, മനോരാജ്യം, ടോംസ്, പൂമ്പാറ്റി എവിടെ? അടിയിലുണ്ട് സാർ. അടിയില്ല, ഇവിടെ. ആ മിടുക്കൻ. കൈ കൊടുക്ക്. സമയായിട്ടില്ല, പിന്നെ തരാം. ഈ പാവാരാ? സാറിനൊരു പരാതി നേരിട്ട് തരാൻ വേണ്ടി വന്നിരിക്കുക. എന്നിട്ട് പരാതി എവിടെ? ഇതൊന്ന് പിടിച്ചേ. പോലീസ് സ്റ്റേഷനിലേക്ക് കണ്ട മുതുക്ക പരാതി കൊണ്ടുവരണേ. അല്പം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ സാറിന് പരാതി ഇഷ്ടമല്ലെന്ന്? വരൂ വരൂ വരൂ, കമോൺ. അവൻ അത്തരത്തിൽപ്പെട്ട ആളൊന്നുമല്ല. അതേന്നേ, ഞങ്ങൾ പഴയ സുഹൃത്തുക്കളല്ലേ, നമ്മുടെ ആളാന്നേ. കാര്യം അവിടെ വന്നിട്ട് പറയാന്ന് പറയും. കാര്യമൊക്കെ അവിടെ വന്നിട്ട് പറയാം. അവനിവിടെ ഇരിപ്പുണ്ടെന്നേ. താൻ എന്തിനുണ്ട് ഇവിടെ തവള കളിക്കണേ? ചിരിക്കണേ? ഇത് കണ്ടാ പിന്നെ എങ്ങനെയാണ് സാറേ ചിരിക്കാതിരിക്കുന്നത്? വയസ്സും പ്രായം നോക്കിയില്ല, ചിലപ്പോ വീട്ടിൽ പോയി ഇരിക്കുന്നവരും. ഡിപ്പാർട്ട്മെന്റിൽ സ്വസ്ഥത കിട്ടില്ലെന്ന് വെച്ചാൽ ഇതെന്തത്?
താൻ എന്നെ പഠിപ്പിക്കണ്ട. എപ്പ ഇന്ന ആവണം എപ്പ ഔട്ട് ആവണം അതെനിക്കറിയാം. തൊപ്പി തെറിക്കരുത്. സാർ ആരോടാടോ ആ CI ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്? ആർക്കറിയാം സാർ, ഏത് നേരവും ഇത് തന്നെയാ പണി. ഒന്നുകിൽ ഫോണിന്റെ അടുത്തായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും പരിചയക്കാർ കാണും കൂടെ. ഒരു പണി എടുക്കൂല. സാറ് കടന്നു പോയത് അറിയാഞ്ഞിട്ടൊന്നല്ല, ഭയങ്കര പുച്ഛമാ സീനിയേഴ്സിനോട്. സാറില്ലാത്ത സമയത്ത് സാറിനെ കഴുതാന്നും ചെറ്റാന്നും ഒക്കെ ആ സംബോധന ഭയങ്കര നകളിപ്പാ. അയാളോട് വരാൻ പറയും. യെസ് സാർ. ഓഹോ. സാർ പാല്. പാലൊന്നും എനിക്ക് വേണ്ട ചങ്ങാതി, ഞാനിതൊന്ന് വായിക്കട്ടെ. അതൊന്നും എടുക്കടോ. ഹലോ ഹലോ. ഓ ഹലോ. ഓ ഇയാളെ നിനക്ക് തൊള്ളുറക്കണേ. സാർ ഒന്നും കേൾക്കുന്നില്ല. ഇവിടെ ബെല്ലടിക്കുന്ന അതിലല്ലേ? ഇതോ? ഹലോ. ഇതില് കേൾക്കുന്നുണ്ട് സാർ. എന്താ കാര്യം ചോദിക്കടോ? എന്താ കാര്യം? DYSP സാറോ ഇവിടെ ഉണ്ടല്ലോ? അയ്യോ ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല. വായിക്കാനും സമ്മതിക്കണില്ലോ ഈ പിശാചുക്കള്. ആ പിശാചെന്ന് കേട്ട് പേടിക്കൊന്നും വേണ്ട. സാർ, ആസ്ട്രേലിയയിലൊരു ജീവിയാണ് പിശാച്. അതെന്താ അവിടെ മാത്രം ഇങ്ങനെ പിശാച് വന്നേ? സാർ, പിശാചുക്കൾ ഒരുപാട് ഉണ്ടെങ്കിലും സാർ. അയ്യോ കുറെ നേരമായി ഞാൻ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഡിപ്പാർട്ട്മെന്റിലെ ഫോൺ കണ്ണി കണ്ടവരോട് സൊള്ളി സമയം കളയാനുള്ളതല്ല. എപ്പം നോക്കിയാലും ആ ഫോൺ തന്റെ ചെവി തന്നെയാണല്ലോ. പിന്നെ റിസീവർ എവിടെയാണ് സാർ? റിസീവർ തന്റെ കാലിന്റെ എന്നെ കൊണ്ട് പറയിപ്പിക്കണോ? വേണ്ട. ആരായിരുന്നു തന്റെ കൂടെ ഉണ്ടായിരുന്നത്? എന്റെ ഒരു സുഹൃത്തായിരുന്നു. എന്നെ പോലെ വിവരവും കഴിവുള്ള സീനിയേഴ്സിനെ പുച്ഛിച്ച് സംസാരിച്ചില്ലെങ്കിൽ തനിക്ക് ഉറക്കം വരില്ല അല്ലേ? ഇല്ല സാർ. എന്താ പറഞ്ഞേ? അല്ല, പുച്ഛിച്ച് സംസാരിക്കാറില്ല എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. താനിപ്പോ ഏത് കേസാണോ അന്വേഷിക്കണേ? ക്രൈം 27/1991. അതെന്തൊട്ട് കേസാണോ? ഫയൽ കൊടുത്തുകൂടാ? തറക്കുത്തരെ പറയൂല്ലേ? ചോദ്യം അങ്ങനെ ആയാൽ. സാറിന് വല്ലതും പറ്റിയോ? ഓ, എന്തൊരു ജന്മ. ഉണ്ടായിരുന്ന സ്റ്റാഫിനെല്ലാം പിരിച്ചുവിട്ടതിന് ശേഷമാണ് ഞങ്ങൾ ഈ ഹോട്ടൽ വിലയ്ക്ക് വാങ്ങിയത്. പഴയ സ്റ്റാഫിൽപ്പെട്ട കണ്ണൻ എന്ന റിസപ്ഷനിസ്റ്റേ ഇപ്പൊ ഇവിടെ ഉള്ളൂ. അപ്പൊ ആ പെണ്ണെ കുറിച്ച് അയാളോട് ചോദിച്ചല്ലറിയില്ലേ? ചോദിച്ചു നോക്കാം. നിങ്ങൾ ഇപ്പൊ സംസാരിച്ചതുപോലെ ഇയാൾ അന്ന് മര്യാദയ്ക്ക് ചോദിച്ചിരുന്നെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ലായിരുന്നു. ഇയാളുടെ സംസാരം കേട്ട ആരെങ്കിലും ഉത്തരം പറയൂ? അതിപ്പോ ഒരു അന്വേഷണം അല്പം ഗൗരവം. വരൂ. ഒന്നുകൂടെ ഞാൻ കണ്ണാ, പഴയ മാനേജ്മെന്റ് കീഴിൽ രാജി എന്ന പേരിൽ ആരെങ്കിലും ജോലിക്കുണ്ടായിരുന്നോ? ആ ഉണ്ടായിരുന്നു. അവരിപ്പോ എവിടെയാണെന്ന് അറിയാമോ? അറിയില്ല സാർ. അവർക്കിവിടെ എന്തായിരുന്നു ജോലി? അവരിപ്പോ എവിടെയാണ് താമസിക്കുന്നതെന്ന് അറിയോ? അറിയില്ലല്ലോ സാർ. ഞാനൊരു കാര്യം ചെയ്യാം. പഴയ ഉടമസ്ഥനോട് ആ പെണ്ണിനെ കുറിച്ച് അന്വേഷിച്ച് വിവരം നിങ്ങളെ അറിയിക്കാം. മതി. താങ്ക് യു വെരി മച്ച്. ബുദ്ധിമുട്ടിപ്പിച്ചാൽ ക്ഷമിക്കണം. ഞങ്ങൾ വരട്ടെ. എക്സ്ക്യൂസ് മീ, എന്താ പേര്? ബോണ്ട്, ജെയിംസ് ബോണ്ട്. എന്റെ പേര് ഹരിഹരൻ, ഇവന്റെ ഒരു പപ്പൻ. വരട്ടെ. ഓക്കെ. ആരായി ഡെഡ് ബോഡി ആദ്യം കണ്ടത്? ഈ കുട്ടികളാണ് സാർ. നിങ്ങളാണോ കണ്ടത്? അതെ സാർ. എത്ര മണിക്കാ കണ്ടത്? ഇന്ന് രാവിലെ 8 മണിക്ക്. ഹലോ, മിസ്റ്റർ ഹരിഹരനാണോ? ആ, ഇത് ഞാനാ, ഹോട്ടൽ നാഷണലിന്റെ മാനേജർ. പിന്നെ ഞാൻ ആ പെണ്ണിനെ കുറിച്ച് അന്വേഷിച്ചു. ഹോളി ഏഞ്ചൽസ് വിമൻസ് ഹോസ്റ്റലിലായിരുന്നു താമസിച്ചിരുന്നത്. ഓഹോ. ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ആ സ്ത്രീ ഇപ്പോൾ അവിടെ ഇല്ലെന്നാണ്. എവിടെയാണെന്ന് ഇപ്പൊ ആർക്കും അറിയില്ലെന്ന്. താങ്ക് യു സർ. നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന പെണ്ണ് ഒരു വിമൻസ് ഹോസ്റ്റലിലാണ് താമസിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ അവിടെ ഇല്ല. പക്ഷേ ഇതിലൊരു പെണ്ണിന്റെ വിശേഷമുണ്ട്. കത്തിക്കരിഞ്ഞ നിലയിൽ സ്ത്രീയുടെ ജഡം പോലീസുകാർ കണ്ടെടുത്തു.
ശരീരം ഭൂരിഭാഗവും കത്തിക്കരിഞ്ഞ നിലയിലാണ് കാണപ്പെട്ടത്. പോലീസ് അന്വേഷണത്തിൽ മരിച്ച സ്ത്രീയുടെ പേര് രാജി എന്നാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അന്വേഷണം പുരോഗമിക്കുന്നു. നമ്മൾ അന്വേഷിക്കുന്ന പെണ്ണിന്റെ പേരും രാജി എന്നല്ലേ? ആ ദേ, നീ എന്നെ ചീത്ത പറയരുത്. ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു. ഓ. നമ്മൾ അന്വേഷിക്കുന്ന പെണ്ണ് മരിച്ചു പോയതായിട്ട്. ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത പെണ്ണ് നീ എങ്ങനെ സ്വപ്നം കാണുന്നേ? അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. സ്വപ്നത്തിൽ ഒരു പെണ്ണ് മരിച്ചു പോകുന്നതായി ഞാൻ കണ്ടു. അവളെ നമ്മൾ അന്വേഷിക്കുന്ന പെണ്ണാണെന്ന് എനിക്ക് തോന്നി. അതിനിപ്പോ ഞാനെന്ത് വേണം? ആ പെണ്ണും ഈ പെണ്ണും ഒന്നാണോ എന്ന് നമുക്കറിയണം. അതിനിപ്പോ എന്താ ഒരു വഴി? ആ, നിന്റെ കൂട്ടുകാരനല്ലേ ആ CI? അയാളെ വിളിച്ച് ചോദിക്കേ. ഒരു സംശയ നിവൃത്തിക്ക് വേണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിക്കേ. ഹലോ, ആണോ? ക്യാപ്റ്റനാണേ. നീ സ്റ്റേഷനിലുണ്ടാവോ? എനിക്കൊരു കാര്യം അറിയണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ. ഇതിപ്പോ ആണാണോ പെണ്ണാണോ എന്ന് പോലും പറയാൻ പറ്റില്ലല്ലോ. ബോഡി ഐഡന്റിഫൈ ചെയ്തോ? ഇല്ല, മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. 2 ദിവസം നോക്കും. ആരും വന്നില്ലെങ്കിൽ സർക്കാർ ചെലവിൽ കുഴിച്ചു മൂടും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയോ? നോ, വി ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. തിരിച്ചറിയാതെ മരിച്ചത് രാജിയാണെന്ന് എങ്ങനെ മനസ്സിലായി? ഈ ഡോളറിൽ രാജി എന്ന പേരുണ്ട്. ജഡത്തിന്റെ അറിഞ്ഞാണത്തിൽ നിന്ന് കിട്ടിയതാ. അല്ല, നീ എന്റെ ഓഫീസറെ പോലെ കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. ഞാൻ അതിന് ഉത്തരവും പറഞ്ഞു. എന്താ നിന്റെ വരവിന്റെ ഉദ്ദേശം? എന്തിനാ ഈ ചോദ്യങ്ങൾ? അതിപ്പോഴാണ് ചോദിക്കുന്നത്. ചോദ്യം അവസാനമായിപ്പോയി. എങ്കിലും കാര്യം പറ. നീ ഏതോ ഒരു പെണ്ണിനെ അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരുന്നല്ലോ. അതും ഈ പെണ്ണും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഏയ്, യാതൊരു ബന്ധവും. നീ അന്വേഷിച്ച പെണ്ണിന്റെ പേരും രാജെന്നോ മറ്റോ അല്ലേ? ആര് പറഞ്ഞു? നീ എന്ന് ഫോണിലൂടെ പറഞ്ഞല്ലോ. ആ, അത് പോട്ടെ. നീ എന്തിനാ പെണ്ണിനെ അന്വേഷിച്ചത്? അത് വേറൊരാൾക്ക് വേണ്ടിയാ. ആരാടാ ആള്? പറയടാ. ആളെ കണ്ടാലറിയാം, പക്ഷെ അഡ്രസ് അറിയില്ല. ഉം. സത്യമായിട്ട് അറിയാഞ്ഞിട്ടാ. എന്താ നിനക്കൊരു സംശയം പോലെ? എന്ത് ചെയ്യാൻ, പോലീസായി പോയില്ലേ? അതൊക്കെ പോട്ടെ. ഇനി നിനക്കെന്താ അറിയേണ്ടത്? ഒന്നും വേണ്ട, ഞാൻ പോയിക്കോട്ടെ. അങ്ങനെയാണ്. വരാം. ഓഹോ, അങ്ങനെയാണല്ലേ? അതെ, ഞാൻ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോ നിങ്ങളെ കണ്ടില്ല. ആ, എന്തൊക്കെയുണ്ട് ഗോപി വിശേഷം? അങ്ങനെ കഴിയുന്നു. വീട്ടിലെല്ലാവർക്കും തോന്നുന്നില്ലേ? ആ. പിന്നെ കാണാം. ഞാൻ വരട്ടെ. മായല്ലേ അപ്പൊ? ഹലോ, ഹലോ. അതെന്താ നമ്മളെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോയത്? നമ്മളെ മനസ്സിലായിട്ടുണ്ടാവില്ല. KCV 222. പിന്നെ ഇത്രേ. ഇത് ഭയങ്കര വീടാണല്ലോ. ഇത് മിസ്റ്റർ ശങ്കരമാന്റെ വീടല്ലേ? അതെ. ഇവിടെ ആരൊക്കെ ഉണ്ട്? ഞാനേതാ? LIC. LIC? ആ, LIC. പോലീസിൽ ആളെ ചേർപ്പിക്കാൻ. പോലീസിലോ? ചുമ്മാ ഒരു വളി പഠിച്ചാണ് അച്ഛനെ. ആരൊക്കെ ഉണ്ട് ഇവിടെ? അതാ വീട്ടിലുള്ളവരോട് ചോദിച്ചാൽ മതി. ആരാ? എന്ത് വേണം? ഇവിടെ വേറെ സ്ത്രീകളാരും ഇല്ലേ? വേറെ സ്ത്രീയോ? നിങ്ങൾക്ക് ആരെയാ കാണേണ്ടത്? കാണേണ്ടത് ആരെയാ കാണേണ്ടെന്ന്? മായ 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 എന്നൊരു സ്ത്രീയെ. മായ എന്ന പേരിൽ ആരും ഇവിടെ ഇല്ലല്ലോ. KCV 228 ഇവിടുത്തെ വണ്ടിയല്ലേ? അതെ. ഇന്നലെ വൈകുന്നേരം ടൗണിൽ വെച്ച് 2 സ്ത്രീകൾ ആ കാർ കയറി ആ, പോകുന്നതാണ്. അതെന്റെ അമ്മായിയും ചേച്ചിയുമാ. ആ ചേച്ചിയെ തന്നെ നമ്മൾ ഉദ്ദേശിച്ചത്. മായ എന്നല്ലേ അവരുടെ പേര് അല്ലേ? ചേച്ചിയുടെ പേര് ലത എന്നാണ്. ആ, ലതാന്നാ പറഞ്ഞത്. നമുക്ക് തെറ്റിയതാ. ചേച്ചി എങ്ങനെ അറിയാം? അതിപ്പോ 2 ദിവസം മുമ്പ് അവരെ. എനിക്ക് ചേച്ചിയെ പരിചയമുണ്ട്. ആ, ചേച്ചി ഏതായാലും ഇപ്പൊ ഇവിടെ ഇല്ല. ഷോപ്പിങ്ങിന് പോയിരിക്കാ. കാര്യം എന്താണെന്ന് പറഞ്ഞാ വരുമ്പോ പറയാം. അയ്യോ, അങ്ങനെ വേറെ പ്രശ്നമൊന്നുമില്ല. അന്ന് അന്വേഷിക്കാൻ പറഞ്ഞ കേസ്. ഒന്ന് ഞങ്ങള് പിന്നെ വരാം. ചോദിക്കണ്ടേ? എക്സ്ക്യൂസ് മീ, നിങ്ങൾ എവിടെയോ വെച്ച്? എന്നെ? നിങ്ങളല്ല, ഇദ്ദേഹത്തെ. നിങ്ങൾ ഉഷയുടെ ബ്രദർ അല്ലേ? അതെ. ആ, എനിക്ക് ആദ്യമേ സംശയം തോന്നി. ഞാനും ഉഷയും പ്രീ ഡിഗ്രിക്ക് ഒരുമിച്ചായിരുന്നു. അന്ന് ഞങ്ങൾ ഒരുമിച്ച് വീട്ടിൽ വന്നപ്പോ കണ്ട ഓർമ്മയാ. ഉഷ ഇപ്പൊ എവിടെ? ഉഷ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് ബോംബെയിലല്ലേ? ഉഷയുടെ വീട്ടിൽ ചെന്ന കണ്ടിട്ടില്ലേ? ഇല്ലല്ലോ. അച്ഛനും അമ്മയൊക്കെ നാട്ടിൽ തന്നെ ഉണ്ട്. ഇവിടെ എന്ത് ചെയ്യുന്നു?
ഞങ്ങൾ ഇവിടെ ഒരു ബിസിനസ് നടത്തുന്നു. ഒന്നും മിണ്ടായിരിക്കടാ. ഞങ്ങൾക്ക് ഇവിടെ ചെറിയൊരു സെക്യൂരിറ്റി ഏജൻസി ഉണ്ട്. അയ്യോ ചെറുതൊന്നല്ല, വലുത്. വലിയ വീടും കോമ്പൗണ്ടും ഒക്കെ ആണല്ലോ. ഇവിടെ സെക്യൂരിറ്റി ആരെങ്കിലും വേണ്ടേ? വേണ്ട, പട്ടിയുണ്ട്. വരട്ടെ. ശരി. കുളവാക്കിയല്ലോ. ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ഞാൻ സ്വപ്നം കണ്ടതാ. നിന്റെ KCV 222. മറ്റേ വണ്ടി. എന്തു പണിയാ കാണിച്ചത്? ഒരു ഫോൺ പോലും ചെയ്തില്ലല്ലോ. എത്ര കഷ്ടപ്പെട്ടെന്നറിയോ ഈ വീട് കണ്ടുപിടിക്കാൻ. അമ്മായി അകത്തോട്ട് പോയിക്കോ, നമുക്ക് അപ്പുറത്ത് മാറിയും ഓ സംസാരിക്കാം. പ്ലീസ്. എന്തിനാ എന്നെ അന്വേഷിച്ച് ഇവിടെ വന്നത്? എന്താ ശരിയായ പേരും അഡ്രസ്സും പറഞ്ഞില്ലെങ്കിൽ വീട് കണ്ടുപിടിക്കില്ലെന്ന് കരുതുക. കാറിന്റെ ഉടമസ്ഥരെ കണ്ടുപിടിക്കാൻ RTO ഓഫീസിൽ അരിച്ചു പെറുക്കി. ഞാൻ ചോദിച്ചതിന് ഉത്തരവായില്ല. എന്തിനാ എന്നെ അന്വേഷിച്ച് ഇവിടെ വന്നത്? ഉത്തരവാദിത്തം ഏൽപ്പിച്ചവരെ മറന്നാലും ഏറ്റവർക്ക് മറക്കാൻ പറ്റുമോ? അതുകൊണ്ട് വന്നതാ. ഇന്നലെ കാറിന്റെ പുറകെ വരുന്നത് ഞാൻ കണ്ടു. അതുകൊണ്ടായിരിക്കും നിർത്താതെ പോയത്. അമ്മായി കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഈ കാര്യത്തിൽ എല്ലാം തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലെന്ന്. അതുകൊണ്ടാ എന്നെ കുറിച്ച് ഞാൻ കള്ളം പറഞ്ഞത്. ഞാൻ ഏൽപ്പിച്ച ജോലി എന്തായി? എന്തിനായി ഡിസ്കൈസ്? അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഏൽപ്പിച്ച ജോലി എന്തായി? ആ പെണ്ണ് താമസിച്ചിരുന്ന ഹോസ്റ്റലിനെ കുറിച്ച് ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിനിടയിൽ മറ്റൊരു ഡെവലപ്മെന്റ് ഉണ്ടായി. ഒരുപക്ഷെ നിങ്ങൾ പേപ്പറിൽ വായിച്ചു കാണും. കത്തിക്കരിഞ്ഞ ഒരു ജഡത്തെ കുറിച്ചുള്ള ഒരു വാർത്ത. അതിന് നിങ്ങൾ അന്വേഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന പെണ്ണിന്റെ പേരും മരിച്ച പെണ്ണിന്റെ പേരും രാജി എന്നാണ്. ഓഫ് കോഴ്സ് ഇറ്റ് മേ ബി എ കോയിൻസിഡൻസ്. കോയിൻസിഡന്റ് തന്നെയാണ്. കാരണം ഞാൻ നിങ്ങളെ അന്വേഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന രാജി എന്നെ കോണ്ടാക്ട് ചെയ്തു. ഇനി അവളെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഞാൻ ഏൽപ്പിച്ച ജോലി എന്തായി? എന്തിനായിരുന്നു പിന്നെ ഇങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം? ആദ്യമേ പറഞ്ഞുകൂടായിരുന്നു അന്വേഷിച്ച സ്ത്രീയെ കണ്ടെത്തിയെന്ന്? വെറുതെ ചോദിച്ചതാ. അന്വേഷണം എത്രത്തോളം എത്തിയെന്ന് അറിയാനുള്ള കൗതുകം കൊണ്ട്. ഇറ്റ്സ് ഓൾ റൈറ്റ്. നമ്മുടെ കോൺട്രാക്ട് അവസാനിച്ചിരിക്കുന്നു. അപ്പൊ കണക്ക് തീർക്കുന്നതല്ലേ നല്ലത്. ഒരുപാട് പൈസ വന്നിരുന്നു. ചെയ്ത ജോലിക്ക് അത്രയൊന്നും ഫീസ് വേണ്ട. ബാക്കി അഡ്വാൻസ് ആയിട്ട് കരുതിയാൽ മതി. ഇനി എന്തെങ്കിലും ആവശ്യം വന്നാ ഞാനൊന്ന് വീട്ടിലേക്ക് ചെല്ലട്ടെ. അന്ന് വല്ലാത്ത പരിഭ്രമം പേടിയായിരുന്നു ഓഫീസ് വന്നപ്പോ. ഇപ്പൊ നല്ല ധൈര്യമുണ്ട്. ഇത് എന്റെ വീടല്ലേ, അതുകൊണ്ടായിരിക്കും. ഒരപേക്ഷയുണ്ട്. ഞാൻ ഓഫീസിൽ വന്ന കാര്യവും പറഞ്ഞ കാര്യവും ആരും അറിയരുത്. My fee includes the oath of secrecy. Don't worry about it. താങ്ക് യു. നീ കൊണ്ടുവരുന്ന ഓരോ പുലിവാലികൾ കേറാണ്ടില്ല. ഒരു കോള് വന്ന് എത്തി നോക്കിയിട്ട് അതേപടി തിരിച്ചുപോയി. ആ പെണ്ണിനെ കണ്ടുപിടിച്ച് വല്ല വിധേയനെ ഇത്തിരി കാശുണ്ടാക്കാന്ന് വിചാരിച്ചതാ. എന്തോന്ന് അയ്യേ? വൃത്തിയിട്ട പരിപാടിയുണ്ടാ? അയ്യോ, ഇത് ബ്രോക്കർ പണിയല്ല പെണ്ണെ. അപ്രത്യക്ഷമായ പെണ്ണ് പ്രത്യക്ഷപ്പെട്ടെന്ന്. അയ്യോ, ഏത് പെണ്ണ്? നമ്മൾ അന്വേഷിച്ചുകൊണ്ട് നടന്ന പെണ്ണ്. ആ, നമുക്കത്രയും ജോലി കുറഞ്ഞല്ലോ. ജോലി കുറയുകയല്ല, നമ്മുടെ ഉള്ള ജോലി പോകും. നമ്മുടെ ഇപ്പൊ മനസ്സിലായല്ലോ നിന്റെ സ്വപ്നത്തിന്റെ വില. ഇനി മേലാൽ നീ സ്വപ്നം കണ്ടുപിടി 2 കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. അതല്ലേ കുഴപ്പം. ഇന്നലെയും കണ്ടുവരണം. എന്തോന്നു? വേറൊരു പെണ്ണ്. ഹലോ, സേഫ് സെക്യൂരിറ്റി സർവീസ് ഹിയർ. ഹരിഹരനല്ല, പപ്പനാണ് സംസാരിക്കുന്നത്. ആരാണ് സംസാരിക്കുന്നത്? നേരിട്ട് സംസാരിക്കണമെന്നോ? ഓ ശരി, കൊടുക്കാം. ആരാ? ഒരു പെണ്ണ്. അയ്യോ, സ്വപ്നമല്ല. ഹലോ. ആ, നമ്മളിപ്പോ നേരിട്ട് കണ്ടതല്ലേ? അത്യാവശ്യമാണോ? ശരി, കാണാം. ഞാൻ പറഞ്ഞില്ലേ, എന്റെ സ്വപ്നം സഫലമാകാൻ പോകുന്നു. വിളിച്ചു വരുത്തിട്ടൊന്നും ചോദിക്കാതിരുന്ന എന്താ അതിന്റെ അർത്ഥം? അതോ ചോദിക്കാനുള്ള ചോദ്യം മറന്നുപോയോ? സ്റ്റാർട്ടിങ് ട്രബിൾ അല്ലേ? എന്നാ ഞാൻ തന്നെ പറയട്ടെ, എന്താ ചോദിക്കാൻ ഉദ്ദേശിച്ചെന്ന്? ചേച്ചിയും ഞാനുമായിട്ട് എന്താണ് ബന്ധം? ഞാൻ ചേച്ചിയെ കാണാൻ വന്നത് എന്തിനാണ്? ഇതല്ലേ ഉദ്ദേശിച്ചത്? ഏതായാലും നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന രീതിയിലുള്ള ബന്ധമൊന്നും ഞങ്ങൾ തമ്മിലില്ല. ഇറ്റ് വാസ് ഓൺലി എ ബിസിനസ് റിലേഷൻഷിപ്പ്. അത് അവസാനിക്കുകയും ചെയ്തു. എന്ത് ബിസിനസ്സാ? അത് അനിയത്തിയോട് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ല. പ്ലീസ്, അതെനിക്ക് അറിയണം. എന്താ ഇത്ര നിർബന്ധം? ചേച്ചി കുറച്ചു ദിവസമായിട്ട് വളരെ ഇൻഡിഫറന്റ് ആണ്. എന്തിനേക്കോ ഭയപ്പെടുന്ന പോലെയാണ് പെരുമാറ്റം. എത്ര ചോദിച്ചിട്ടും ഒന്നും പറയുന്നുമില്ല. ഒരു പക്ഷെ നിങ്ങളോട് ചോദിച്ചാൽ അറിയില്ല എന്ന് ഞാൻ പറയും. കാരണം എനിക്ക് അറിയില്ല. തന്നെ ചിലപ്പോ വല്ല ലവ് ഫെയിലിയറോ മറ്റാണോ? ചേച്ചേ, നെവർ, ഒരിക്കലുമില്ല. ചേച്ചിയുടെ എൻഗേജ്മെന്റ് വരെ കഴിഞ്ഞു. ഗോപിയേട്ടൻ ലണ്ടനിൽ മെഡിസിൻ പഠിച്ചുകൊണ്ടിരിക്കുക.
ഉഷയുടെ ബ്രദർ ആയതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അറിയാവുന്ന കാര്യമല്ലേ ഉഷയുടെ ബ്രദറിന് പറയാൻ പറ്റൂ. അച്ഛൻ എന്താ അസുഖം? ഒരു മേജർ അറ്റാക്ക് കഴിഞ്ഞ് റിക്കവർ ആയി വരുന്നേ ഉള്ളൂ. നിങ്ങൾ 2 മക്കളെ ഉള്ളോ? ഞങ്ങൾ ഇറങ്ങുന്ന സമയത്താണ് നമ്മുടെ കാറിൽ വന്നതാരാ? സുരേഷ്, അച്ഛന്റെ ചേട്ടന്റെ മകൻ. ഓ അത് ശരി. രാജി. ഈ പേര് കേൾക്കുമ്പോൾ മാലിക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? രാജി? ഇല്ല. എന്താ ചോദിച്ചത്? ഫോർഗെറ്റ് ഇറ്റ്, വെറുതെ വെച്ചതാ. എന്താ ബിസിനസ് എന്ന് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ലേ സെക്യൂരിറ്റി സർവീസ്. അതല്ല ഞാൻ ചോദിച്ചത്. ഓ ചേച്ചിയുടെ കാര്യം. അത് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. See you.